ഹലോ മക്കളെ, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പുളിച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ ഇളന്തക്ക, ശർക്കര വെച്ച്, ഉപ്പ്, പുളി, വറ്റൽമുളക്, അതുപോലെ കായം. നമ്മൾ ഇളന്തക്ക ഇതാണ് സംഭവം. ഇളന്തക്ക എല്ലാവരും ഫ്രൂട്ട്സ് കടയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇളന്തക്ക. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. നേരെ നമ്മളെന്ത് ചെയ്യുക, ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുളി കറുത്ത പുളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വറ്റൽമുളകുണ്ട് ഒരു 12 പീസും. ഞാൻ 22 ഇളന്തക്കയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 12 മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പുളി ഈ ജാറിലേക്ക് ഇളന്തക്കയും പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അടുത്ത് വറ്റൽമുളക് നമ്മൾ ജസ്റ്റ് കത്രിക ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയും കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് കായം നമ്മൾ ലാസ്റ്റാണ് ചേർക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കായം നമ്മൾ അവസാനമാണ് ചേർക്കുള്ളൂ. അപ്പോൾ അടുത്തതായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ശർക്കര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മൾ അതിൻ്റെ മുമ്പ് തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ശർക്കര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യുക, അത് കോരി ചെറിയൊരു പാത്രത്തിലേക്ക് കോരി എടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ കായം ചേർക്കാൻ പോകുന്നത്. കാരണം ലാസ്റ്റ് കായം മിക്സ് ചെയ്യാൻ മതി. ആവശ്യത്തിനനുസരിച്ച് മാത്രം, കൂടുതലാവാനും പാടില്ല. ആവശ്യം മാത്രം കായം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എന്ത് ചെയ്യാം, കായം മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിനി കായം കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് മാത്രമേ കായം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, നമുക്ക് ചുവയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂണൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിൽ കാണിക്കുകയാണ്. അത് കുറേ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വെയിലത്തേക്ക് വെക്കുകയാണ്. ഒരു 3-4 ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിക്കേണ്ടതുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ പുളിച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ്. ഞാൻ കഴിച്ചു നോക്കി, സൂപ്പറാണ്. അപ്പോൾ നിങ്ങളും കഴിച്ചു നോക്കുക ഉണ്ടാക്കിയിട്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്